എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകളായി ഹിസ്റ്ററി വീഡിയോകൾ ചെയ്തിട്ട് ഹിസ്റ്ററിയോടനുബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നീട് പല തിരക്കുകൾ കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് അങ്ങനെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എൻ്റെ വരവ്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, മുഴുവനായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 19-ാം നൂറ്റാണ്ടിലെ ജിയോളജിസ്റ്റായ ഫിലിപ്പ് സ്ക്ലാറ്റർ തൻ്റെ സിദ്ധാന്തങ്ങളിലൂടെ ഇന്ത്യ, ആഫ്രിക്ക, മഡ്ഗാസ്കർ, ആസ്ട്രേലിയ പിന്നെ കുറച്ച് ഭാഗങ്ങളും ഉൾപ്പെട്ട ഒരു വലിയ ഭൂഖണ്ഡം ലുമേറിയ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തൻ്റെ ആശയങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. ഇതിനെ അനുകൂലിച്ച് പിന്നീട് തിയോളജിഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക മേഡം ബ്ലാവസ്കിയും രംഗത്ത് വന്നു. പിന്നെ ചില യൂറോപ്പ് പണ്ഡിതന്മാരുടെ ലേഖനം കൂടി ആയപ്പോൾ പ്രാചീന ഭൂഖണ്ഡം ലുമേറിയ വൻ ചർച്ചയായി മാറി. പിന്നീട് കാലങ്ങൾക്കിപ്പുറം ഭൂഗർഭശാസ്ത്രം വികസിച്ചു വന്നപ്പോൾ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന സിദ്ധാന്തപ്രകാരം ഭൂമിയുടെ ടെക്ടോണിക് ഫലകങ്ങൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇങ്ങനെയൊരു ഭൂഖണ്ഡം മുങ്ങിപ്പോയതായി കണക്കാക്കാൻ കഴിയില്ലെന്ന് ശാസ്ത്രലോകം വിശദീകരിച്ചു. അതോടെ ഫിലിപ്പ് സ്ക്ലാറ്റേഴ്സിൻ്റെ സിദ്ധാന്തം ശാസ്ത്രലോകം നിഷേധിച്ചു. അതോടെ ലുമേറിയ എന്ന പ്രാചീന ഭൂഖണ്ഡ സിദ്ധാന്തം വിസ്മൃതിയിലായി. ഇന്ത്യയിൽ പ്രാചീന തമിഴ് സാഗരിക നാടോടിക്കഥയിലും പാരമ്പര്യ വിശ്വാസങ്ങളിലും സ്ഥാനം പിടിച്ച ഭൂഖണ്ഡമാണ് കുമരിക്കാണ്ഡം. കുമാരികാണ്ഡത്തിൻ്റെ കഥ. ഭൂഖണ്ഡത്തിൻ്റെ സ്ഥാനം. ഭാരതത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഇപ്പോഴത്തെ ഇന്ത്യൻ സമുദ്രത്തിൽ ശ്രീലങ്കയുടെയും ഓസ്ട്രേലിയയുടെയും ഇടയിലായിട്ടാണ് കുമാരികാണ്ഡം സ്ഥിതി ചെയ്തിരുന്നതെന്ന് കരുതപ്പെടുന്നു. പ്രാചീന തമിഴ് പുരാണങ്ങളിൽ കുമാരികാണ്ഡം ഒരു സമ്പന്നമായ സാംസ്കാരിക കേന്ദ്രമായിരുന്നു. തമിഴ് ഭാഷയും സംസ്കാരവും വളർന്നു വന്ന പ്രദേശം എന്നും ഈ കഥകളിൽ പറയുന്നു. ഇതിൽ പ്രാചീനമായ തമിഴ് ജനങ്ങൾ താമസിച്ചിരുന്നതായി പറയപ്പെടുന്നു. കുമാരികാണ്ഡം നിരവധി വലിയ സാങ്കേതിക വിദ്യാ സ്ഥാപനങ്ങളും സാഹിത്യ കേന്ദ്രങ്ങളും ആയിരുന്നു. സംക്രമിച്ചു പോകുന്ന സാഹിത്യകൃതികളും വൈജ്ഞാനിക സൃഷ്ടികളും ഇവിടുത്തെ മഹാപണ്ഡിതന്മാരുടെ സംഭാവനകളായി കരുതപ്പെടുന്നു. തമിഴ് സാഹിത്യത്തിലെ സംഘം കൃതികൾ, സിലപ്പതികാരം, മണിമേഖലൈ എന്നീ കൃതികളിൽ കുമാരികാണ്ഡത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ദ്രാവിഡ സംസ്കാരവും സാങ്കേതിക വിദ്യകളും പ്രാചീനകാലത്ത് എങ്ങനെ വികസിച്ചുവെന്നും ഈ കഥകളിൽ വ്യക്തമാണ്. പുത്തൻ ഗവേഷണങ്ങൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത നൽകുന്നുണ്ടെങ്കിലും ഇതുവരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. കുമാരികാണ്ഡത്തിൻ്റെ കഥ പുരാണവും പ്രാചീന സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടതുമായ ഒരുതരം കാൽപ്പനിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. 15-ാം നൂറ്റാണ്ടിലെ സ്കന്ദപുരാണത്തിലാണ് കുമരിക്കണ്ഡം ആദ്യമായി പരാമർശിക്കപ്പെട്ടത്. അവസാന ഹിമയുഗം അവസാനിച്ചതിനു ശേഷം സമുദ്രനിരപ്പ് ഉയർന്നതിനാൽ കുമരിക്കണ്ഡം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങിപ്പോയതായി പറയപ്പെട്ടു. ഇന്ത്യയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി അനുസരിച്ച് 14,500 വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രനിരപ്പ് 100 മീറ്റർ കുറവായിരുന്നു. 10,000-ലേറെ വർഷങ്ങളായി പാണ്ഡ്യൻ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു ഭൂഖണ്ഡമായിരുന്നു കുമരിക്കണ്ഡം എന്നും അവിടെയുള്ള തമിഴ് ജനത മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി പുതിയ ഭാഷകൾ, വംശങ്ങൾ, നാഗരികതകൾ എന്നിവ പോലും സൃഷ്ടിച്ചതായും തമിഴ് ദേശീയവാദികൾ വിശ്വസിക്കുന്നു. മഡ്ഗാസ്കർ, ഓസ്ട്രേലിയ, ശ്രീലങ്ക, ദക്ഷിണേന്ത്യ എന്നിവയുമായി ലുമേറിയ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചില യൂറോപ്പ് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. 19-ാം നൂറ്റാണ്ടിലെ ജിയോളജിസ്റ്റ് ഫിലിപ്പ് ലൂട്ട്ലി സ്ക്ലേറ്റർ, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക മേഡം ബ്ലാവസ്കി എന്നിവരുടെ തിയറി പ്രകാരം ലുമേറിയയും കുമരിക്കണ്ഡവും ഒന്നാണെന്ന നിഗമനത്തിലേക്കെത്താം. വർഷങ്ങളായി നിരവധി ഗവേഷകരും ജിയോളജിസ്റ്റുകളും ഈ നഷ്ടപ്പെട്ട ഭൂഖണ്ഡത്തിൻ്റെ പിന്നിലെ രഹസ്യങ്ങൾക്ക് ഉത്തരം തേടി അലഞ്ഞു. ഈ നാഗരികതയെ ഹിന്ദു വേദഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അസ്തിത്വം തെളിയിക്കുന്നതിനുള്ള ശക്തമായ അഭാവം ഇപ്പോഴും നിലനിൽക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. കമൻറ്റുകൾ ഇടുമ്പോഴാണല്ലോ എനിക്കറിയാവുന്നത് നിങ്ങൾ എത്രമാത്രം എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നു എന്ന്.
അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും സന്ധിക്കുന്നതുവരെ നന്ദി, നമസ്കാരം.